പ്രിയമുള്ളവരെ, ഹറാമിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മകളുടെ മാർഗത്തിലൂടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് പറയാതെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ അല്ലാഹു അനുവാദം നൽകൂല. പരലോകത്തിന്റെ നാണില് ഒരുപക്ഷേ സഹോദരിമാരെ ചിന്തിക്കുന്നത് പുരുഷന്മാരില്ലയോ? പണം സമ്പാദിക്കുന്നത് അവരാണ്, ചെലവഴിക്കുന്നതും അവര് തന്നെയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അറബ് രാജ്യത്തിന്റെ മണ്ണുകളിലൂടെ പാടുപെട്ട് അധ്വാനിക്കുന്ന സമ്പാദ്യങ്ങളില്ലയോ? ഭർത്താവ് അയച്ചു കൊടുക്കുമ്പോ അതിനെ കൈകാര്യം ചെയ്യുന്ന സഹോദരിമാരെ, ഒരു രൂപയുടെ നാണയത്തൊട്ട് ഹറാമായ മാർഗത്തിലൂടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ മുമ്പിലെ കണക്ക് ബോധിപ്പിക്കാതെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ അള്ളാഹു അനുവാദം നൽകുകയില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മുഴുവനും അള്ളാഹു ഹിസാബ് നടത്തുമെന്നാണ്. ജീവിതത്തിലൂടെ ചെയ്തു പോയ മുഴുവൻ കാര്യങ്ങളോ നേർക്ക് നേരെ റബ്ബ് ചോദ്യം ചെയ്യുന്നുണ്ട്, മീസാനിലൂടെ തൂക്കി നോക്കുന്നുണ്ട്. വൽവസനു യൗമഇദിനിൽ ഹഖ്, അന്ന് മീസാൻ എന്നുള്ളത് സത്യമാണ്, അന്ന് മീസാൻ എന്നുള്ളത് സത്യമാണ്. ഫമാ സഖുലത് മവാസീനുഹു ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അന്ന് ആരുടെ മീസാന് കനം കൂടിയോ അവരാണ് വിജയിച്ചിട്ടുള്ളത് എന്നാണ്. വമൻ ഖഫ്ഫത മവാസീനുഹു, അന്ന് ആരുടെ മീസാന് കനം കുറഞ്ഞു പോയോ ഫൗലായിക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവരെ സ്വന്തം ശരീരങ്ങളോട് നഷ്ടം പ്രവർത്തിച്ച ആളുകളാണ്. ബിമാ കാനൂ ബിആയാതിനാ യക്ദിബൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയതായ ആളുകളാണ്, അവർ നഷ്ടം പ്രവർത്തിച്ചതായ ആളുകളാണ്. അതുകൊണ്ട് റബ്ബ് തൂക്കിക്കണക്കാക്കുന്നുണ്ട്, ഗ്രന്ഥരൂപത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഹിസാബിനെ മനസ്സിലൂടെ കൊണ്ടുവന്നിട്ട് വേണേ ഈ ദുനിയാവിലൂടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ. അള്ളാന്റെ മുമ്പിൽ കിടന്നവരോലെ എല്ലാ തെറ്റുകളാവട്ടെ, ശരികളാവട്ടെ, നന്മകളാവട്ടെ, തിന്മകളാവട്ടെ, എല്ലാം അള്ളാന്റെ മുമ്പിലൂടെ കൊണ്ടുവരപ്പെടുകയാണ്. ആ ഭയമുണ്ടാകേണ്ടത് ഈമാനിന്റെ ലക്ഷണമാണ്, ഈമാനിന്റെ ലക്ഷണമാണ്. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറയാം. എന്തിനെന്നറിയോ? നമ്മളിലേക്ക് നമ്മളൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കേ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമായ പ്രവാചകനാണ്. തെറ്റുകുറ്റങ്ങളില്ല, പാപങ്ങളില്ല. ആ മുത്തുനബി നാളെ സ്വർഗീയ കവാടത്തിൽ ആദ്യമായി വന്നു നിൽക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബാണ്. സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നതും അല്ലാഹുവിന്റെ മുത്ത് റസൂലാ. സ്വർഗത്തിൽ അല്ലാഹു കൊട്ടാരം പണിത് കാത്തിരിക്കുന്നതും ആ പ്രവാചകനെയാണ്. അത്ര വലിയ സ്ഥാനമുണ്ട് റസൂലുള്ളാഹിക്ക്. ആ പ്രവാചകൻ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ദുല്ലാഹ്, എനിക്കൊന്ന് ഖുർആൻ ഓതി തരോ, ഖുർആൻ ഓതി തരോ? അദ്ദേഹം റസൂലേ, ഈ ഖുർആൻ ഇറങ്ങിയത് അങ്ങേക്കല്ലേ, അങ്ങനെയുള്ള താങ്കൾക്ക് വേണ്ടി ഞാൻ ഖുർആൻ ഓതി തരണോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, റഅബതി അന്നസ്മഅഹു മിൻ ഉയ്രിഹി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സൂറത്തുൽ നിസാ ഓതി ഞാൻ ഇതുവരെ എത്തുമ്പോ വല്ലാത്തൊരു തേങ്ങൽ കേട്ടുകൊണ്ട് എന്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിർത്തണേ അബ്ദുല്ലാഹ്, നിർത്തണേ അബ്ദുല്ലാഹ്. ഏതാണ് ആയത്തെന്നറിയുമോ? സൂറത്തുൽ നിസായിലെ 41-ാമത്തെ ആയത്തിലെയോ, ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ ഉമ്മത്തിനും സാക്ഷിയായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ, റസൂലേ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന് മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് തകരുകയാണ്. അല്ലാഹുവിന്റെ മുത്തുനബി കരഞ്ഞു പോയെന്നാണ്. ആലോചിച്ചിട്ടുണ്ട് നമ്മള്?
എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനെ പരലോകത്തെ സാക്ഷിയായി കൊണ്ടുവന്നാൽ മുഹമ്മദ് നബിയെ താങ്കളുടെ അവസ്ഥ എന്താ എന്ന ചോദ്യത്തിലെ അള്ളാഹുവിന്റെ ഹബീബ് ചകർന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ജീവിതത്തിലൊക്കെ നോക്കി ശരിയും തെറ്റുകളും ഒക്കെ മാറി മറിഞ്ഞ് സംഭവിക്കുന്ന നമ്മൾ അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോ നമ്മുടെ അവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ? നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന സഹാബിയുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ്. കൂട്ടുകാരനെന്ന് ഖുർആൻ അഭിസംബോധന ചെയ്ത സഹാബിയാണ്. നോക്കണേ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അശ്റഫുൽ മുബശ്ശിരീങ്ങളിലെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളല്ലയോ? ഒരു മൺകട്ട കയ്യിലെടുത്തിട്ട് പറയാണ്, യാ ലൈതനീ കുന്തു ഹാദിഹി തിബ്നാ, ഇതുപോലൊരു മൺകട്ട ഞാനായിരുന്നെങ്കിൽ അള്ളാന്റെ വിചാരണ എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ എന്ന് പേടിച്ചു പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നമ്മളിൽ അത്ര അമലൊന്നുമില്ല, ഒരു ഗ്യാരണ്ടി നമ്മുടെ ലൈഫിനില്ല. 1000-ൽ ഒരാളാണ് പിന്തലമുറക്കാരിൽ നിന്ന് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നത് എങ്കിൽ ബാക്കി 999 നരകത്തിലാണെങ്കിൽ ആ 1000-ൽ ഓരോന്നായി തീരാനാണ് ഞാൻ നിങ്ങളൊക്കെ അധ്വാനിക്കണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താ? പക്ഷെ ഭയം വരുന്നുണ്ടോ? മരച്ചില്ലകളിൽ ഇങ്ങനെ പാറിക്കളിക്കുന്ന പക്ഷികളെ കണ്ട അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ സന്തോഷത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കുന്നുണ്ട്, ഞാനും ഒരു പക്ഷിയാണെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ ഹിസാബ് നേരിടേണ്ടി വരില്ലല്ലോ എന്നാണ്. ഭയണ്ട്. നോക്കണേ നിങ്ങൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ മനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ വെള്ളക്കൊട്ടാരം കാണിച്ചു തന്നു അല്ലാഹ്. ഇതാരുടെ കൊട്ടാരമാണെന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞു, അതിന്റെ ഉമറിനുള്ള കൊട്ടാരമാ. അതിലേക്ക് കയറി നോക്കാനുള്ള മോഹം തോന്നി, പക്ഷേ ഞാനാ കൊട്ടാരത്തിലൂടെ കയറിയില്ല. കാരണം എന്റെ ഉമർ ഒരൽപ്പം ഈറത്തുള്ള ആളാണ്, ദേഷ്യമുള്ള ആളാ. എന്റെ ഉമറിനത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടെ കയറിയില്ല എന്ന് പറയുമ്പോ ഒന്നാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകൊടിയർത്തി ചോദിക്കുന്നുണ്ട്, അഗാറു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയേ? അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയേ? അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുകയോ? അള്ളാഹു എനിക്ക് എന്തൊന്ന് തന്നോ അത് മുഴുവനും എന്റെ റസൂൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സ്വർഗ്ഗം ഉറപ്പാണ്, കൊട്ടാരം ഉറപ്പാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹൃദയം ഭേദകമായി തോന്നുന്ന രംഗമുണ്ട്. ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുന്ന ദിവസം ഫൈറൂസ് അബൂലുലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യൻ ഇരുതല മൂർച്ചയുള്ള കടാര സൂറത്ത് യൂസുഫ് ഓതി സുബഹി നമസ്കരിക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ റക്അത്തിൽ യൂസുഫ് നബിയുടെ ചരിത്രങ്ങൾക്കിടയിലൂടെ കടന്നുപോയി അദ്ദേഹത്തിന്റെ തൊണ്ടയിടറിയിരുന്നു. രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് അബൂലുലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യൻ 7 തവണ കടാര തന്റെ വയറ്റിൽ പ്രഹരിച്ചു. 7 കുത്തിനെ 14 മുറിവാണ്. വിഷമൂട്ടിയ കടാരയാണ്. നോക്ക് നിങ്ങൾ, പാല് കൊടുത്താലും മുന്തിരിനീര് കൊടുത്താലും വെള്ളം കൊടുത്താലും കുടലിലൂടെ പുറത്തേക്കാണ്. ബനൂ മുആവിയ ഗോത്രത്തിലെ വിഷവൈദ്യർ വന്നിട്ട് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കള് സത്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയ ഒരു വലിയൊരു ടോപ്പിക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു അന്ത്യനിമിഷങ്ങളെ ഒരുപാട് ഗുണപാഠങ്ങളെ വെച്ചിട്ടാണ്. നമ്മുടെ വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ ചാരത്ത് വന്നിരുന്നു. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അബ്ശിർ ബിബുശ്റാ ബിസ്വഹബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹവാസം കൊണ്ട് ഉമറേ താങ്കൾക്ക് സന്തോഷിക്കാമല്ലോ. ആദ്യ കാലഘട്ടങ്ങളിൽ ദീനിനെ സഹായിച്ച ആളാണ് ഉമറേ താങ്കൾ. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ വിട പറയുമ്പോ
താങ്കളെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതെങ്കിലോ, താങ്കളെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലോ, രണ്ടാളുകളോട് താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോ അവർക്കിടയിലൂടെ അഭിപ്രായ വ്യത്യാസമില്ല, അവർക്കിടയിലൂടെ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്ന വാക്കെന്താണെന്നറിയോ? ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും എന്റെ കൈവശം ലഭിച്ചാൽ നാളെയുടെ പരലോകത്തെ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ഇതുവരെ ചെയ്ത സേവനങ്ങളെ കൊണ്ട് എനിക്ക് സമാധാനം കിട്ടണില്ല. ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലോ പരലോകത്തിൽ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട പറയുന്നതിന്റെ മണിക്കൂറുകൾ മുമ്പാണ് മസ്ജിദുൻ നബവിയിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബോധം വരുന്നുണ്ട്, ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബോധം വരുമ്പോ ചോദിക്കുന്ന മോനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായുടെ മടിത്തട്ടിലൂടെ തലവെച്ച് കിടക്കുമ്പോ മോഹനെ ബാപ്പ എവിടെയാണ് കിടക്കുന്നത്? ബാപ്പ എന്റെ മടിത്തട്ടിലാണെന്ന് മറുപടി കൊടുക്കുമ്പോ ബാപ്പാന്റെ മുഖമെടുത്ത് മണലിലേക്കൊന്ന് കിടച്ചുമോ മോനെ? ബാപ്പാന്റെ മുഖമെടുത്ത് മണലിലേക്കൊന്ന് കിടച്ചുമോ മോന്? ഈ രക്തം വാർന്ന ഉമറിന്റെ അവസാന നിമിഷത്തിലെ കിടത്തം കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയില്ലല്ല ഇളവ് തന്നാലോ, പരലോകത്ത് റബ്ബെനിക്ക് റഹ്മത്ത് തന്നാലോ, ആരാണ് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയല്ലയോ, കൊട്ടാരം കൊണ്ട് അള്ളാന്റെ മുത്തനബി വഹി അറിയിച്ചു പോയ മഹാനായ ഖലീഫയല്ലയോ. പക്ഷെ ഭയമുണ്ടവരുടെ ജീവിതങ്ങളിൽ ആലോചിക്കണ്, എന്തുണ്ട് നമ്മളുടെ ജീവിതങ്ങളിലോട്? അള്ളാഹുവിന്റെ മലായികത്തുകൾ പോലും ലജ്ജിച്ചു പോയ മഹാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ ഇരുപ്രകാശത്തിന്റെ ഉടമകളാ, അശ്റഫുൽ മുബശ്ശിരീൻകള്. മദീനയുടെ മസ്ജിദുൻ നബവിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ലോകത്തിന്റെ മുത്ത് പറഞ്ഞത് ഉസ്മാൻ സ്വർഗത്തിലുണ്ട്. അബൂബക്കറിന്റെ ഉമറിന്റെ പേര് പറഞ്ഞുകൊണ്ട് അനാബ അബൂബക്കർ ഉമർ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് മുത്ത് നബി സ്ഥാനം കൊടുത്ത മഹാനുണ്ടെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നോക്കണേ നിങ്ങള്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ചോദിച്ചു എന്താണിപ്പോഴും ഇത് കണ്ട് വിലപിക്കുവാൻ യാ സയ്യിദീ വിറകൊണ്ടേ? നരകത്തെ ഓർത്താൽ പോലുമില്ലത് ഞങ്ങളിൽ, അതിലുപരിയാണോ ഖബർ കണ്ടാൽ നിങ്ങളിൽ? ഖബർ കാണുമ്പോ വല്ലാതെ പൊട്ടിക്കരയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മറ്റുള്ള സ്വഹാബത്ത് പറയാ, നരകത്തെ ഓർത്തിട്ട് പോലും ഞങ്ങൾ ഇതുപോലെ കരയാറില്ല, പിന്നെ എന്തിനാണ് ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ സ്വഹീഹുൽ ബുഖാരിയിലൂടെ ഹദീസ് കാണുക. വഖഫ അലാ ഖബരിൻ ബക എന്ന് പറയുന്ന ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തനബി നമ്മളോട് പഠിപ്പിച്ചത് ഇന്നൽ ഖബറ അവ്വല മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രികമായ ഭവനങ്ങളുടെ ആദ്യത്തെ വീടാണ് ഖബർ. അവിടെ വിജയിച്ചോ ബാക്കിയെല്ലാം വിജയിച്ചു പോയതല്ല, അവിടെ പരാജയപ്പെട്ടു പോയോ ബാക്കിയെല്ലാം പരാജയപ്പെട്ടു പോയെന്നാണ്. എന്തൊക്കെ ചെയ്തു ജീവിതങ്ങളിലൂടെ നമ്മളെ പോലെ തെറ്റുകൾ ചെയ്തു പോയ ആളുകളാണോ? പ്രിയമുള്ളവരെ, വഖഫിന്റെ വിഷയം പഠിക്കുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ജൂതന്റെ കയ്യിൽ റൂമാ കിണർ കാണിച്ചുകൊണ്ട് അവിടുന്ന് മുസ്ലിമീങ്ങളോട് വെള്ളം കുടിക്കുന്നുവെങ്കിൽ പണം കൊടുത്തിട്ടല്ലാതെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ജൂതന് ശാഠ്യം പിടിച്ചപ്പോ മസ്ജിദുൻ നബവിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമാ കിണർ ആരിത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ദാനം കൊടുക്കുമെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പറയുന്നുണ്ട്, നബിയേ,
അവനെന്ത് വില ചോദിച്ചാലും വേണ്ടില്ല, ഞാനത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അധിക വിലക്ക് വേണ്ടി റൂമാ കിണർ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിലോ പ്രിയമുള്ളവരെ, 2017 സൗദി ഗവൺമെന്റിന്റെ ഔദ്യോഗിക സൈറ്റുകളിൽ അവർ പറയാണ് ഇന്നും റൂമാ കിണറിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന്. പക്ഷെ വീണ്ടും നമുക്ക് പുതിയ അപ്ഡേഷനുകളിലൂടെ കാണാൻ പറ്റും, ജനങ്ങൾക്ക് ജലലഭ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കൃഷികൾ നനയ്ക്കാ ഇന്ന് റൂമാ കിണറിന്റെ വെള്ളം ആവശ്യമില്ലാത്തത് കൊണ്ട് ഔഖാഫിന്റെ കയ്യിൽ നിന്ന് കൃഷി വകുപ്പ് അവിടെ നിന്ന് സിറാഅത്ത്, അവിടെ കൃഷി വകുപ്പ്, അവിടെ വിസാറത്ത് സിറാഅ കൃഷി വകുപ്പ് അതിനെ റെന്റിന് വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. മാസാമാസം പണം കൊടുത്തുകൊണ്ട് റൂമാ കിണറെന്ന വഖഫിനെ അവരിതാ റെന്റ് കൊടുത്ത് സ്വീകരിക്കുന്നത് എന്തിനാണെന്നറിയോ? 15,500 വരുന്ന ഈത്തപ്പന മരങ്ങൾ വെച്ച് നട്ടിട്ട് ഈ വെള്ളം കൊണ്ടാണ് 15,500 ഈത്തപ്പനകൾ നനക്കുന്നതെങ്കിലോ 15,500 ഈത്തപ്പനകളിലെ മുഴുവൻ ഈത്തപ്പഴങ്ങളോ ജനങ്ങൾക്കുള്ള ദാനമാണ് എന്നുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത വഖഫ് ഇന്ന് നമ്മളെ കല്ലിടും മിന്ന മണ്ണിൽ സംസാരിക്കുമ്പോ അതിന്റെ പുണ്യം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിലോ ഇത്രമാത്രം പുണ്യം ചെയ്ത് വെച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുന്നിലൂടെ കരയുന്നുണ്ടെങ്കിലോ നമ്മൾ ആലോചിക്കേണ്ട എന്താണ്? ആ ഭയം നമ്മുടെ കടന്നു വരണില്ല. ഇല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെ നോക്ക്, നിങ്ങള് മദീനയിലെ മസ്ജിദുൻ നബിയുടെ ഓരത്തെ ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലം അസ്ഹാബ് സുഫയിൽപ്പെട്ട മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ സമാധാനത്തിലിരിക്കാം അല്ലേ? ഈ പോണ ജീവിതം കൊണ്ട് രക്ഷപ്പെടുന്ന അല്ലേ? അദ്ദേഹത്തിന് ഈ വഖഫിന്റെ വിഷയമൊക്കെ ഇങ്ങനെ ചർച്ച വന്നപ്പോ അൽഹംദുലില്ലാഹ് നമുക്ക് ഖുതുബകളിലൊക്കെ ആളുകൾക്ക് വഖഫ് എന്താന്ന് പഠിപ്പിക്കാനും അറിയാനൊക്കെ പറ്റി. നമ്മളാരും മനസ്സിലാക്കാത്തോണ്ട പ്രഗത്ഭരായ സ്വഹാബത്തൊക്കെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, കഴിയുന്ന സ്വഹാബികളൊക്കെ വഖഫ് ചെയ്തു, റസൂലുള്ളാഹി വഖഫ് ചെയ്തു. അങ്ങനെ എല്ലാരും വഖഫ് ചെയ്തു. അബൂ ഹുറൈറ എന്ന പേര് കേൾക്കുമ്പോ ഒന്നുമില്ലാത്ത സാധു മനുഷ്യൻ പോലും തന്റെ ഒരു വീട് അള്ളാന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത മഹാനാണ്. കഴിഞ്ഞ ആഴ്ച ഖുതുബൊക്കെ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ 27 സെന്റ് അൽഹംദുലില്ലാഹ് പള്ളിക്കൊരു വരുമാനമാവാൻ വേണ്ടി അദ്ദേഹം വഖഫ് ചെയ്തു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളും വഖഫ് ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. എന്താന്ന് പഠിക്കാൻ, അതിന്റെ ഇനങ്ങളെ പഠിക്കാൻ, കുടുംബത്തിന് വേണ്ടി വഖഫുണ്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടി വഖഫുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ പുണ്യം നേടാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാത്രിയിലെ പ്രവാചകനിൽ നിന്ന് പഠിക്കുന്ന ഹിഫ്ളുകളൊക്കെ അദ്ദേഹം രാത്രി 3 പകുത്തു വെച്ച് ഒരു ഭാഗം ഹിഫ്ള് ചെയ്യും, ഒരു ഭാഗം അദ്ദേഹം വിശ്രമിക്കും, ഒരു ഭാഗം അല്ലാഹുവിന് വേണ്ടി രാത്രി നമസ്കാരം നിർവഹിക്കും. അങ്ങനെ മരണം വരെ ജീവിച്ചു. ആ അബൂ ഹുറൈറ മരിക്കുന്ന സന്ദർഭങ്ങളിൽ സങ്കടപ്പെടുകയാണ്, കരയുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അബൂ ഹുറൈറ താങ്കളെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, അസ്സഫറു തുവീൽ, എനിക്ക് യാത്ര പോകാൻ ഒരുപാട് ദൂരമുണ്ട്. എന്റെ ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗ്ഗനരകങ്ങളുടെ യാത്രാ ദൂരം ഒരുപാടങ്ങളില് എന്റെ കയ്യിലുള്ള വിഭവങ്ങള് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കണം, എന്ത് ചെയ്തു എന്റെ ജീവിതങ്ങളിൽ? ഈ ജീവിതം കൊണ്ടുപോയി അള്ളാന്റെ മുമ്പിലൂടെ സമർപ്പിക്കുമ്പോ റബ്ബേ എന്റെ അവസ്ഥ എന്താ? എന്റെ നന്മകളുടെ അവസ്ഥ എന്താണ്? തിന്മകളുടെ അവസ്ഥ എന്താ? ആ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിലോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ മഹ്ശറിന്റെ സുദീർഘമായ ഹദീസുകളിലൂടെ മനുഷ്യരെല്ലാം പരലോകത്തിലൂടെ കടന്നു വരുമ്പോ ഓരോ പ്രവാചകന്മാരുടെ മുമ്പിലൂടെ കടന്നു വരുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് പറയാൻ കഴിയുമോ? ഹിസാബൊന്ന് നേരത്തെ ആവാൻ, പെട്ടെന്നൊന്ന് വിചാരണ നടത്താൻ ഓരോ പ്രവാചകന്മാരും പറയുന്നുണ്ട്, അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് പോക്കോ, ഞങ്ങൾ തന്നെ ആകെ പ്രയാസത്തിലാ.
അതിലെ മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വരുന്ന രംഗമുണ്ട്. മൂസാ നബി റബ്ബിനോട് പറയുന്നുണ്ട്, ആ സമയത്ത് ജനങ്ങളോട് പറയാണ്, ഇന്നീ ഖതൽതു നഫ്സൻ ലമൂമർ ബിഖത്ലിഹാ, കൊല്ലാൻ അല്ലാഹു അനുവാദം നൽകാത്തൊരു ശരീരത്തെ ഞാൻ കൊന്നു കളഞ്ഞവനാണ്. അല്ലാഹു എന്റെ മേൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലണേ. പ്രിയമുള്ളവരെ, ഏതാണ് ആ കൊലപാതകം എന്നറിയുമോ? ഖിബ്തി വംശജനായ ഒരു മനുഷ്യനെ കൊന്നതാണ്. ഖിബ്തി വംശജൻ ഫിറൗനിന്റെ ആളാണ്. അയാള് അന്യായമായ ഒരു ഇസ്രയേലി പൗരനെ അന്യായമായി ആക്രമിക്കുമ്പോ അതിനെ തടയാൻ ചെന്നതാണ്. അബദ്ധത്തിൽ നടന്നൊരു കൊലപാതകം. ഫിറൗനിന്റെ ആളെ അബദ്ധത്തിൽ നടന്നൊരു തിന്മ തടയുമ്പോൾ അബദ്ധത്തിൽ നടന്നൊരു കൊലപാതകം. ആ കൊലപാതകത്തെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നു, ദുനിയാവിൽ വെച്ച് തന്നെ മൂസാക്ക് ഞാനത് പുറത്തു കൊടുത്തു എന്ന ഖുർആൻ. ഞാൻ മൂസാക്ക് അത് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കേ, ദുനിയാവിൽ വെച്ച് അള്ളാഹു പുറത്തു കൊടുത്തൊരു പാപത്തിന്റെ പേരിൽ നാളെ പരലോകത്ത് മൂസാ അലൈഹിസ്സലാം പേടിച്ചു നിൽക്കുമ്പോ നമ്മൾ ചെയ്ത പാപം അല്ലാഹ് പുറത്തു തന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ആ ഭയം നമ്മളുടെ മനസ്സിൽ കടന്നു വരണില്ല. ഇനി ആലോചിക്കണേ, നമ്മൾ ഈ തെറ്റ് ചെയ്തിങ്ങനെ ജീവിക്കുമ്പോ ആഖിറത്തിൽ കടന്നു വരുമ്പോ കൂട്ടത്തിൽ രക്ഷപ്പെടാമെന്നോ ഏതെങ്കിലും രീതിയിൽ ഞാൻ രക്ഷപ്പെട്ടു പോകുമെന്നോ നിനക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം എന്താ അറിയോ, ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോ പല പ്രയാസത്തിൽ നമ്മൾ പോയി ചാടലുണ്ട്. ഇന്ന് നമ്മൾ രക്ഷപ്പെടും. വീണ്ടും അടുത്ത ഒരു മാനസിക വിഷമുണ്ടോ, ഇന്ന് നമ്മൾ രക്ഷപ്പെടും. നമ്മൾ വിചാരിക്കണം ഇതേപോലെ ഞാൻ പരലോകത്ത് രക്ഷപ്പെടുമെന്നാണോ? ഒരിക്കലും ഇല്ല കേട്ടോ. അള്ളാന്റെ മുമ്പിൽ സാക്ഷി വിസ്താരമുണ്ട്. അത് മനസ്സിലാക്കിയാലേ നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലൊരു ഭയം വരും. നമ്മൾ ആദ്യമേ തർബിയത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ മക്കളോട് കൊടുക്കേണ്ടതും അള്ളാനെ പറ്റി മനസ്സിലാക്കാനാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ മുമ്പിൽ മനുഷ്യനെ വിചാരണക്കെടുക്കുമ്പോ അവിടെ സാക്ഷികളെ കൊണ്ടുവരുന്നത് ഓർക്കണേ. ആദ്യത്തെ സാക്ഷി ആരാണ്? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹ് എല്ലാം ഉറ്റുനോക്കുന്നവൻ, അല്ലാഹ് കാണാൻ, അല്ലാഹ് അറിയാൻ. ഒരു തെറ്റും ഒരു പാപവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളൊക്കെ എന്തുകൊണ്ട് തെറ്റ് ചെയ്യണേ? ഞാൻ ചെയ്യുന്ന തെറ്റ് ആരും അറിയില്ല, ആരുടെ മുമ്പിൽ പിടിക്കപ്പെടൂല, സമൂഹത്തിൽ ഞാൻ മാന്യനാവും എന്നൊരു ചിന്താഗതി ആരും അറിയാത്തപ്പോഴാണ് മനുഷ്യർ തെറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ആലോചിക്കണം, ആ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹ് അറിയുന്നുണ്ട്, അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവരും. ആ ഒരു ബോധ്യം ഉണ്ടാവണം. രണ്ടാമത്തെ സാക്ഷി ആരെന്നറിയോ? അള്ളാന്റെ നബിമാര് സാക്ഷികളാ. അള്ളാന്റെ നബിമാര് സാക്ഷികളാണ്. നേരത്തെ ഓതിയിലെ സൂറത്തുൽ നിസായിലെ 41-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, നബിയേ, അല്ലാഹു സാക്ഷിയായി താങ്കളെ കൊണ്ടുവന്നാൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ്. ഞാൻ ദീന് പഠിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ഖുർആനും ഹദീസും അറിയാനുള്ള ഇൽമുണ്ടായിട്ടില്ല, തൗഹീദ് എനിക്ക് ലഭ്യമായിട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. അള്ളാന്റെ മുമ്പിൽ നബിമാര് പറയും, അല്ലാഹുവേ, ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. മൂന്നാമതായി വരുന്ന സാക്ഷികളാണെന്നറിയോ? അള്ളാഹന്റെ മലക്കുകള് സാക്ഷിയാ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിന്റെ 18-ാമത്തെ ആയത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ സംസാരിക്കുന്നത് മുഴുവനും രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകളുണ്ട്. അതുകൊണ്ട് ഏത് തിന്മ നമ്മൾ ചെയ്യുമ്പോഴും ആലോചിക്കണേ, അള്ളാന്റെ മലക്കുകൾ നാളെ പരലോകത്തിനെ കൊണ്ടുവരാൻ സാക്ഷികളായിട്ടുണ്ട്. നാലാമത്തെ സാക്ഷി ആരാണെന്നറിയുമോ? ഗ്രന്ഥങ്ങളെ സാക്ഷികളായി കൊണ്ടുവരികയാണ്. സൂറത്തുൽ കഹ്ഫിലോട് ധാരാളമായി നമ്മൾ ഓതിയവരായിരിക്കാം. ഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുമ്പോ മനുഷ്യൻ പറയുന്നുണ്ട്, മാലിഹാദൽ കിതാബ്, ഇതെന്തോരു ഗ്രന്ഥമാണ് റബ്ബേ, ലാ യുഅദുറു സ്വൈറത്തും വലാ കബീറത്തുൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായിട്ടൊന്നുമേ നീ ഒഴിവാക്കിയിട്ടില്ലല്ലോ അല്ലാഹ്. നിസ്സാരമെന്ന് കരുതിയത്, ചെറുതല്ലേ എന്ന് കരുതിയത്, ആരാരും കാണില്ല എന്ന് കരുതി പോയത് മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിലൂടെ ഹാജരാക്കപ്പെടുകയാണ്.
അഞ്ചാമതൊരു സാക്ഷിയുണ്ട് ധാരാണ് നമ്മളുടെ ശരീരം തന്നെയാ. ഈ ശരീരമില്ലാതൊരു തെറ്റിലേക്ക് നമ്മൾ പോകുമോ? ഈ ശരീരമില്ലാതൊരു പാപം ചെയ്യാൻ കഴിയുമോ? ഖുർആനിലെ സൂറത്ത് യാസീനിൽ അല്ലാഹ് പറയുന്നുണ്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ വായകളെ സീൽ വെക്കുമ്പോ കൈകൾ സംസാരിക്കുന്ന കാലുകൾ സാക്ഷി പറയുന്ന നാളാ. അല്ലാഹു അവരുടെ വായകളെ സീൽ വെക്കുമ്പോ കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്, കാലുകൾ അല്ലാഹുവിനോട് സാക്ഷി പറയുകയാ. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ മനോഹരമായി അല്ലാഹു പറഞ്ഞത് സൂറത്ത് ഫസ്സിലത്തിലൂടെ കാണാം. അന്ന് റബ്ബിനോട് സാക്ഷി പറയുന്നത് ആരാണെന്നറിയുമോ? സംഉഹും വഅബ്സ്വാറുഹും വജുലൂദുഹും. അവരുടെ കേൾവികളും അവരുടെ കാതുകളും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അല്ലാഹുവിനോട് സാക്ഷി പറയുന്നുണ്ട്. കണ്ണ് പറയുന്നുണ്ട്, അല്ലാഹ് എന്നെ കൊണ്ടാണ് കണ്ടുപോയത് റബ്ബേ. ആരാരും അറിയാതെ കണ്ടുപോയ ഹറാമുകളോട് അള്ളാന്റെ കോടതിയിലൂടെ കണ്ണ് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കണ്ടുപോയത് റബ്ബേ. വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകള് കാതുകളിലൂടെ തിരികെ വെച്ച് ആരാരും അറിയാതെ നിശയുടെ നിശബ്ദതകളിലൂടെ കേട്ടുപോയ ഹറാമുകളോട് അവന്റെ കാത് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കേട്ടുപോയതല്ലോ. അവന്റെ തൊലികൾ പറയുന്നുണ്ട്, റബ്ബേ എന്നെ കൊണ്ടാണ് തൊട്ടുപോയതല്ലോ. ഒരു അന്യ പുരുഷനെ അന്യ സ്ത്രീയെ തെറ്റായ രീതിയിലൂടെ തൊടുന്നതിനേക്കാളും നല്ലത് അവന്റെ മൂർധാവിലൂടെ ആണി അടിച്ചിറക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണും കേൾവിയും തൊലികൾ വരെ അല്ലാഹുവോട് സാക്ഷി പറയുകയാ. അവസാനം ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ അവന്റെ തൊലികൾ അല്ലാഹുവോട് ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ലിമ ശഹിദും അലൈനാ, എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്? എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്? എന്തിനാണ്? ഖാലൂ അൻതഖനല്ലാഹ് അൻതഖ കുല്ല ശൈ. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബാണ് എന്നെയും സംസാരിപ്പിച്ചതെന്ന് തൊലികൾ അവനോട് മൊഴി കൊടുക്കുമെന്നാണ്. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹ് എന്നെയും സംസാരിപ്പിച്ചു എന്നാണ്. അപ്പൊ ഈ തൊലികള് അള്ളാഹിനോട് സാക്ഷി പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു, ഈ ശരീരമില്ലാതെ, ഈ കേൾവിയില്ലാതെ, ഈ കാഴ്ചയില്ലാതെ ഒരു പാപത്തിലേക്ക് നമ്മൾ പോകണുണ്ടോ? അതുകൊണ്ട് ആലോചിക്കണം, എന്ത് തെറ്റ് ചെയ്തോ പരലോകത്തേക്ക് സാക്ഷികളായി ഇത് മുഴുവൻ കൊണ്ടുവരപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആലോചിക്കണം, എന്റെ ജീവിതത്തിൽ പാപങ്ങളില്ലാത്തൊരു ജീവിതം ഉണ്ടാവാൻ ഇനി ആലോചിച്ച് നോക്കി. അത് ചെയ്താൽ അല്ലാഹു തആല നൽകുന്ന എന്താണ് തിരിച്ചുവരവസരം ഉണ്ടാവില്ല. ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പോരായ്മയുണ്ടെങ്കിൽ നികത്താൻ അവസരമില്ല. വിരിപ്പ് കച്ചവടക്കാരനായ സഹാബി തന്റെ വിരിപ്പ് ഇങ്ങനെ കച്ചവടക്കമ്പോളത്തിലിടുമ്പോ അതിന് പറഞ്ഞ വില ഒന്നും തരാൻ പറ്റില്ല. അതിന് ന്യൂനത ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം കരയാൻ തുടങ്ങി. എന്തിനാ കരഞ്ഞെന്നറിയോ? വില കിട്ടാത്തതിനല്ല. നാളെ അള്ളാന്റെ കോടതിയിൽ എന്റെ ഇബാദത്തുകൾ ഞാൻ നിവൃത്തിയിടുമ്പോ അതിനൊരു പോരായ്മയുണ്ടെന്ന് എന്റെ റബ്ബിനോട് പറഞ്ഞാൽ ഞാൻ എവിടെ പോയി കൊണ്ടുവരാൻ? അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ഭയം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരാളെ ഇഷ്ടമില്ലാത്തൊരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ വന്നുപോയി. ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്തിനാണെന്നറിയോ? ആ വിളി കേട്ട ആളല്ല വന്നേ, പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, റസൂലേ ഞാൻ ഇന്ന ആളോട് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞു പോയി, അയാളോട് എനിക്കൊന്ന് പുറത്തു തരാൻ അങ്ങൊന്ന് അയാളോട് പറയോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ്? ഭയമുണ്ട് അവരുടെ ജീവിതത്തിൽ, പേടിയില്ല അവരുടെ ജീവിതത്തിൽ. ചില തെറ്റുകൾ നമ്മൾ ആലോചിച്ച് നോക്കി. ഞാൻ വിശാലമായിട്ടൊന്നും സംസാരിക്കണില്ല, ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ അതിന്റെ നമ്പർ കൂടെ പറഞ്ഞു തരാം. പിന്നീട് പഠിക്കുന്ന ആളുകൾക്ക് റിയാദുസ് സാലിഹീനിലെ 1549 നമ്പർ ഹദീസ്. അവിടെ റസൂൽ ഒരൊറ്റ പ്രവാചകൻ കണ്ട ഒരു സ്വപ്നം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട, എന്ത് തെറ്റ് ചെയ്തോ മഹാപാപങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. മഹാപാപം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിൽ വരിക 7 മഹാപാപങ്ങളാണ്. അല്ലാട്ടോ, മഹാപാപം എന്ന് പറഞ്ഞാൽ ഏതൊരു തെറ്റിന് അല്ലാഹു നരകമുണ്ടെന്ന് പറഞ്ഞോ അത് മുഴുവനും മഹാപാപമാണ്.
ഉദാഹരണത്തിന് റസൂലുള്ളാഹിന്റെ ഹദീസ്, മറ്റൊരൊറ്റ ഹദീസിൽ പറഞ്ഞ സൽക്രമങ്ങളെ വരെ നശിപ്പിച്ചു കളയുന്ന മഹാപാപങ്ങളാണ് 7 ഏത് തെറ്റ് നരകത്തിലേക്ക് എത്തിക്കുന്നുവോ അത് മുഴുവൻ മഹാപാപാണ്. മിനൽ ഖബായിരി, മഹാപാപങ്ങളിൽ പെട്ടതാണ് ശത്മുർ റജുൽ വാലിദൈഹി, ഒരു മനുഷ്യൻ തന്നെ മാതാപിതാക്കളെ ചീത്ത പറയല് നരകത്തിലേക്ക് എത്തുന്ന പാതകമാ. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, വഹൽ യശ്തിമുർ റജുൽ വാലിദൈഹി, അങ്ങനെ ഒരാള് സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, യസുബ്ബു അബാഹു വയസുബ്ബു അബാ, ഇവൻ അവന്റെ വാപ്പാനെ ചീത്ത വിളിക്കുമ്പോ അവൻ ഇവന്റെ വാപ്പാനെ ചീത്ത പറയുന്നുണ്ട്, ഇവൻ അവന്റെ ഉമ്മാനെ ചീത്ത പറയുമ്പോ അവൻ ഇവന്റെ ഉമ്മാനെ ചീത്ത വിളിക്കുന്നുണ്ട്. സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കണമെന്നില്ല, സഹോദരന്റെ ഉമ്മാക്ക് ചീത്ത പറഞ്ഞാൽ അത് നരകത്തിലേക്ക് എത്തുന്ന പാതകാണ്, പാടില്ലാത്തതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരു തെറ്റുണ്ടാവാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാഹി ഒരു ദിവസം സുബഹി നമസ്കാര ശേഷം സ്വഹാബത്തിനോട് ചോദിക്കുക, ഹൽ റആ അഹദും മിൻകും മിൻ റുഅ്യ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കണ്ട സ്വപ്നം സ്വഹാബത്തിനോട് പറയാം. 2 ആളുകൾ എന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അവരെന്നോട് പറയുന്നുണ്ട്, തൊലിക്ക് മുന്നോട്ട് പോയാലും റസൂലേ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായ സന്ദർഭങ്ങളിൽ കിടത്തി വെച്ചൊരു മനുഷ്യന്റെ സമീപത്തിലേക്ക് ഞങ്ങൾ എത്തുകയാ. അയാളുടെ തലയിലേക്ക് വലിയ വലിയ പാറകളെ കൊണ്ട് എറിയുന്നുണ്ട്. അതോടുകൂടെ തല ചതഞ്ഞെറിഞ്ഞ് പോവുകയാ. മലക്കുകൾ കല്ലെടുത്ത് വരുമ്പോഴേക്ക് ഈ തല പഴയ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. വീണ്ടും ശിക്ഷ ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഈ ആളുകൾ ആരാണ്? മറുപടിയില്ല. മുന്നോട്ട് പോകാൻ പറയുന്നു. വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇരുമ്പിന്റെ കൊളുത്തുകളെ കൊണ്ട് കണ്ണും മൂക്കും വായും ഇങ്ങനെ പിരടി വരെ വലിച്ചു കീറുന്ന ആളുകള് ഒരു വശത്ത് നിന്ന് കീറിക്കഴിയുമ്പോ മറുവശത്ത് കീറാൻ ആരംഭിക്കുകയാണ്. ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോ ചോദിക്കുന്നു, ഇതാരാണ്? മറുപടിയില്ല. മുന്നോട്ട് പോകാൻ പറയുന്നു. വീണ്ടും അവിടെ നിന്ന് കാണുന്നത് മുകൾ ഭാഗം കുടുസായ, താഴ്ഭാഗം വിശാലമായ നരകത്തിൽ കളകളാന്ന് ശബ്ദമുണ്ടാകുന്ന രീതിയിലോട് തിളച്ചുമറിയുന്ന ആളുകളെ കണ്ടു എത്തി നോക്കി. അവര് നഗ്നരായ സ്ത്രീകളാണ്, പുരുഷന്മാരാണ്. അവരാരാണെന്ന് ചോദിക്കുന്ന മറുപടിയില്ല. വീണ്ടും അവിടെ നിന്ന് കാണുന്ന രക്തത്തിന്റെ ഗന്ധമുള്ള തടാകമാണ്. അതിലൂടെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ മലായികതകൾ കല്ലെറിയുന്നുണ്ട്. ഇവരാരാണെന്ന് ചോദിച്ചു, മറുപടിയില്ല. പ്രിയമുള്ളവരെ, പിന്നീട് 3 കാഴ്ചകൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി മരണത്തിലൂടെ വിട പറഞ്ഞു പോയ കുഞ്ഞുമക്കള്, അതുപോലെ തന്നെ സ്വർഗത്തിന്റെ മനോഹരമായ റസൂലുള്ളാഹിന്റെ കൊട്ടാരങ്ങള്, സന്തോഷമുള്ള കാഴ്ചകളാണെങ്കിൽ ആദ്യം പറഞ്ഞ മാരകമായ ശിക്ഷകൾ എന്തിനാണെന്ന് വിശദീകരിക്കുമ്പോ റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, ആ തലക്ക് ഏറുകൊണ്ട ആളുകൾ ആരാണെന്ന് അറിയുമോ? ജീവിതത്തിലൂടെ 2 തെറ്റുകൾ ചെയ്തു പോയവരാണ്. ഒന്ന് ഖുർആനിനെ അവഗണിച്ചവരാ, മറ്റൊന്ന് ഫർദ് നമസ്കാരങ്ങളുടെ സമയങ്ങളിലൂടെ കിടന്നുറങ്ങിയതായ ആളുകളാ. ഖുർആന് അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞതായ ആളുകളുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്നവരെ ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തി പോലും വായിച്ചു നോക്കാത്തവര്, അല്ലാഹുവിന്റെ ഖുർആനിനെ നെഞ്ചിലേറ്റാത്തവര്, ഖുർആനിന്റെ വിശ്വാസമാണ് എന്റെ വിശ്വാസമെന്ന് പറയാൻ കഴിയാത്തവര്, 6200 ചില്ലറ വരുന്ന ആയത്തുകളിൽ ഒരു 600 ആയത്ത് പോലും പഠിക്കാത്തവര്, ഭയപ്പെടണേ, അല്ലാഹുവിന്റെ പരലോകത്തിന് ഭയപ്പെടണേ. കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? നമ്മളാരൊക്കെ ഖുർആൻ നമ്മളാരും സ്വീകരിച്ചിട്ടുണ്ടാവില്ല. വലിയ പാതക, വലിയ തെറ്റാണ്. ഇനാം അവിടെ നോക്കണേ, മുത്ത് റസൂല് ഖുർആനിന്റെ ആയത്തിലൂടെ ഓതി തന്ന വിഷയമാണ്. ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യൻ ഇങ്ങനെ നരകത്തിൽ വന്ന് വീഴുന്നത് കാണുമ്പോ അള്ളാഹുവിന്റെ മുത്ത് നബിയോട് അല്ലാഹു പറയുന്നുണ്ട്, റസൂല്, അങ്ങയുടെ ഉമ്മത്തായിട്ട് പോലും ഇവരെ നരകത്തിൽ വീഴാനുള്ള കാരണം എന്താണ്? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ.
ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു റബ്ബേ. റസൂലുള്ളാഹി പറയാണല്ലോ, എന്റെ ഉമ്മത്ത് നരകത്തിൽ വീഴാനുള്ള കാരണം ഖുർആനിനെ അവഗണിച്ചു പോയതാണ് റബ്ബേ. അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞതാണ് അല്ലാഹ്. ഖുർആൻ അവഗണിക്കുന്നതാണ്. നമ്മുടെ മക്കളിൽ നിന്ന് അവരും തിന്മയിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? അവർക്ക് ഖുർആൻ കൊടുക്കാത്തതാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിലെ ഒരു വാപ്പ ഒരു കുട്ടീന്റെ കൈ പിടിച്ചു. ഇവന് വാപ്പാനോട് പെരുമാറേണ്ട അതവറിയില്ല, മര്യാദ അറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ മകന്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ബാപ്പാന്റെ മഹത്വം എന്താണെന്നൊക്കെ ആ കുട്ടിയോട് ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ കുട്ടി ചോദിച്ചു, അല്ല ഖലീഫ, എന്റെ വാപ്പാക്ക് എന്നോട് കടമൊന്നുമില്ലേ? ഇല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട്, അയ്യന്തഖിയ ഉമ്മാ വഅയ്യുഹസിന ഇസ്മാ വയുഅല്ലിമുൽ കിതാബ്. അവന് നല്ല തഖ്വയുള്ള ഉമ്മാനെ തിരഞ്ഞെടുത്തു കൊടുക്കലാണ്, ഏറ്റവും നല്ല പേരിട്ട് കൊടുക്കലാണ്, വേദഗ്രന്ഥം അവനെ പഠിപ്പിച്ചു കൊടുക്കലാണ്, ഖുർആൻ പഠിപ്പിക്കലാണ്. ആ കുട്ടി പറഞ്ഞു, ഒരു ഹർഫ് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോ? എന്റെ ബാപ്പ എനിക്ക് തന്ന പേര് ജ്വാൽ, കരിവണ്ട് നിറച്ചു. എന്റെ ഉമ്മ മജൂസിയത്താൻ, അഗ്നി ആരാധകയായ സ്ത്രീ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ പഠിപ്പിക്കണം, നന്നാവും. അവരെ ഏറ്റവും ടോപ്പിൽ എത്തിക്കാൻ. നിങ്ങൾക്കറിയോ, അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു വളരെ ഉയരം കുറഞ്ഞ ആളാണ്. വളരെ ഉയരം കുറഞ്ഞ ആളാണ്. ഉയരം കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഉയരം കുറവല്ല. അദ്ദേഹം കുട്ടിയായി കളിക്കുന്ന സമയത്ത് മറ്റുള്ള മക്കൾ ഇരിക്കുന്നതിന്റെ അത്ര ഇദ്ദേഹം നിന്നാൽ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. നിലത്തിരിക്കുന്ന ഹൈറ്റിലാണ് ഇദ്ദേഹം നിന്നാൽ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എല്ലാവരും കളിയാക്കി, മോശപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കളറും അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ രൂപങ്ങളും അദ്ദേഹത്തെ കളിയാക്കി. അദ്ദേഹം ഉമ്മാന്റെ അടുത്ത് സങ്കടം പറയും. ഒരു ദിവസം കുട്ടികളോടുകൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയൊരു മോന്റെ പ്രാർത്ഥന നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. സൗന്ദര്യം ഹൃദയത്തിൽ വന്ന രംഗം. ആ കുട്ടി ഇങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ അഅ്തിക റിഖാബി മിനന്നാർ, അല്ലാഹുവേ എന്റെ പിരടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് കുട്ടികളോടുകൂടെ കളിക്കുന്ന സമയത്ത് കുട്ടിയായ അത്താ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. മുത്ത് നബിയുടെ കാലത്ത് അദ്ദേഹം കുട്ടിയാണ്. ഉമ്മാന്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. ഉമ്മ, ഈ പ്രാർത്ഥന അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ കുട്ടികളൊക്കെ പറഞ്ഞു, അതിന് നിനക്കുണ്ടോ പെരടി? നിന്റെ ഷോൾഡറും തലൊക്കെ ഇങ്ങനെ മുട്ടിക്കിടക്കല്ലേ, നിനക്കുണ്ടോ പെരടി എന്ന് പറഞ്ഞ ആ പ്രാർത്ഥിച്ച കുട്ടീനെ കളിയാക്കി. ഉമ്മാന്റെ അടുക്കൽ സങ്കടത്തോടെ പറഞ്ഞു. ഉമ്മ മോനങ്ങനെ തലോടി ചുംബനൊക്കെ പൊടിച്ചിട്ട് പറഞ്ഞു, മോനെ, എല്ലാവർക്കും മുകളിലേക്ക് എത്താൻ കഴിയുന്നത് അള്ളാന്റെ ഖുർആൻ കൊണ്ടാണ്. ഖുർആൻ പഠിക്കണം. നോക്ക് പ്രിയമുള്ളവരെ, ഉമ്മാന്റെ പ്രാർത്ഥന, ആ ഉമ്മാന്റെ ഉപദേശം ആ മകനെ വളർത്തിക്കൊണ്ടുവന്ന ഖുർആനിന്റെ തർബിയത്തിന്റെ മേഖല മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 20 വർഷമാണ് ഖുർആനിന്റെ പഠനം നടത്തിയത്. 20 വർഷമാണ്. അവിടുന്ന് ഉമവിയ്യ ഭരണകാലഘട്ടങ്ങളിലോട് അവിടുന്ന് കഅബാലയത്തിന്റെ തവാഫുമായ ഒരു വിഷയത്തില് ഉമവി രാജാവിന് സംശയം വരികയാണ്. ഇതിനെ നിവർത്തിച്ചു തരാൻ കൽപ്പുള്ള പണ്ഡിതനാരാണ്? അവര് പറഞ്ഞു, അവിടുന്ന് പള്ളിയുടെ ഓരങ്ങളിലോടൊരു ടെന്റ് കെട്ടി ജീവിക്കുന്ന അത്താ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഏറ്റവും വലിയ ഇൽമിന്റെ കേദാരമാണ്. അത്തായിനെ വിളിപ്പിക്കുന്നുണ്ട് ഉമവിയ്യ ഭരണാധികാരി. അദ്ദേഹം പറയാണ്, ഇൽമു കൊട്ടാരത്തിലേക്കല്ല, ഇൽമു കൊട്ടാരത്തിലേക്ക് പോകില്ല, അറിവെവിടെയാണോ അവിടെ അന്വേഷിച്ച് നിങ്ങൾ എത്തണമെന്നാണ്. കൊട്ടാരത്തിലുള്ള ഉമവി ഭരണാധികാരി കടന്നു വന്നത് അത്താ ഇബ്നു അബീ റബാഹിന്റെ കുടിലില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു. ദീന് പഠിക്കുന്നുണ്ട് രാജാവെങ്കില്. ഭരണാധികാരി തന്റെ മക്കളോട് പറയുന്നുണ്ട്, മക്കള്
ദുനിയാവിലൂടെ സ്വപ്നം കാണാനുള്ളത് രാജാവാകാനല്ല, അടുത്ത ഭരണാധികാരിയാവാനല്ല, സമ്പന്നനാവാനല്ല, അബീ റബാഹിനെ പോലെ ഒരു പണ്ഡിതനാവാനാ. നിങ്ങൾ സ്വപ്നം കാണേണ്ടത് ദുനിയാവിലെ ഏറ്റവും വലിയ നേട്ടം അതാണെന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഖുർആനിന്റെ വക്താക്കളായി മാറാ. ഏത് ലഹരിയുടെ ഉപയോഗങ്ങളെ തകർത്താടി വന്നാലും എന്റെ മക്കൾ അതിന്റെ വഴിക്കില്ല എന്ന് തീരുമാനിക്കാൻ ഖുർആൻ നെഞ്ചിലേക്ക് ഖുർആൻ മക്കളിലുണ്ടാവാ, അല്ലേ നരകത്തിൽ വീഴും. നരകത്തിൽ വീഴും. പരലോകത്ത് കഠിനമായ ശിക്ഷയാ. ഖബറിൽ മലായിക്കത്തുകൾ വരെ ശിക്ഷിക്കുന്ന ചോദ്യമില്ലേ ഖബറിൽ, നിന്റെ ഇൽമ് എന്താണ്? എന്താ അല്ലാഹുവോട് പറയാ? എന്താ അല്ലാഹുവോട് പറയാ? ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വതസദ്ദഖതു. അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചവനാണല്ലോ, അതിനെ ഞാൻ വിശ്വസിച്ചവനാണ് റബ്ബേ, അതിനെ ഞാൻ സത്യപ്പെടുത്തിയവനാണല്ലോ, അതിനുത്തരം പറയാൻ കഴിഞ്ഞില്ലേ? ഖുർആന് വായിക്കാത്തവരെ, ജീവിതത്തിൽ പകർത്താൻ കഴിയാത്തവര്, അറിയൂല അറിയൂല എന്ന് ബലപിക്കുകയാണെങ്കിൽ ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ കാതുകൾക്ക് മധ്യത്തിലൂടെ അടിക്കുകയാ. അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുമ്പോ പൊന്തി വരുന്ന സന്ദർഭങ്ങളിൽ വീണ്ടും അവർക്ക് പ്രഹരമാ. ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറ് കനമുള്ള ആയുധമാണെന്ന് രേഖപ്പെടുത്തപ്പെടുമ്പോ പ്രിയമുള്ളവരെ, ഖുർആൻ നമുക്ക് അനുകൂലമായി അല്ലാഹുവിനോട് പറയണേ, ഖുർആനിനെ അവഗണിക്കുക എന്ന തിന്മ ചെയ്യല്ലേ. അതുപോലെ ഫർദ് നമസ്കാരങ്ങളുടെ സമയത്ത് കിടന്നുറങ്ങുന്നവര് ഓർക്കണേ, നിങ്ങൾ നമസ്കാരം ഒഴിവാക്കുന്നുവോ? പരലോകത്ത് അല്ലാഹു ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമസ്കാരമാ. കിടന്നുറങ്ങുന്നവര് അവിടുന്ന് ഖുർആൻ തന്നെ പറഞ്ഞില്ല, സഖർ എന്ന് പറയുന്ന മനുഷ്യന് പരിപൂർണമായി കരിച്ചു കളയുന്ന, സഖർ എന്ന് പറയുന്ന നരകത്തിലെ ശിക്ഷയും ദീനാണ്. മാ സലകകും ഫീ സഖർ, നിങ്ങളെ സഖർ എന്ന് പറയുന്ന നരകത്തിലൂടെ കടന്നെരിയാനുള്ള കാരണം എന്താ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. ബാപ്പ പള്ളി പോകുന്ന ബാപ്പയാ, പക്ഷെ ഭാര്യ വിളിക്കൂല, മക്കളെ വിളിക്കൂല. എന്തുകൊണ്ടാ? അവര് ഉറങ്ങല്ലേ? വീടിന്റെ കീ പോക്കറ്റിലിട്ടിട്ട് സുബഹി നിസ്കരിക്കാൻ പറഞ്ഞ ആൾക്കാരാണ്. എന്തിനാ? അവരാരും ഉണർത്താതെ വീട് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്ത് സുരക്ഷിതത്വം നമ്മൾ അവർക്ക് കൊടുക്കണേ? നമ്മളെ വീടിന് തീ പിടിച്ചാൽ നമ്മൾ വിചാരിക്കോ എന്റെ ഭാര്യ മക്കളൊക്കെ ഉറങ്ങിക്കോട്ടെ, അവിടെ ഞാൻ പുറത്തുനിന്ന് പൂട്ടിപ്പോവാൻ? ഇല്ലല്ലോ. നാളെ കത്തിയാളുന്ന നരകത്തിൽ നമ്മുടെ ഭാര്യ മക്കൾ വീണെന്നാണ് നമ്മൾ ആഗ്രഹിക്കണേ. ആണോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാരകമായ ശിക്ഷ. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് കയ്യും മൂക്കും കണ്ണും മൂക്കും വായൊക്കെ പെരടി വരെ വലിച്ചു കീറപ്പെടുന്ന ആളുകൾ ആരാന്നറിയോ? അവരെ വീട്ടിൽ നിന്നിറങ്ങി കളവ് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി കളവ് പറഞ്ഞു നടക്കുന്ന ആളുകളാ. കള്ളം പറയുന്ന ആളുകളുണ്ടോ? അല്ലാഹു നരകത്തിലേക്ക് എറിയുമെന്ന. പ്രിയമുള്ളവരെ, വിശാലമായി നമ്മൾ സംസാരിക്കുന്നില്ല. ഇല്ലാത്ത കളവരാറുടെ പേരിൽ നിങ്ങൾ പറഞ്ഞു പോയാ അത് മാരകമായ അപകടമാണ്. അതിൽ ഏറ്റവും വലുതാണ് അവന്റെ വിശ്വാസത്തിന്റെ മേലെ കള്ളം പറയുന്നുവെങ്കിലോ, മുഅ്മിനായ മനുഷ്യനെ കാഫിർ എന്ന് പറയുന്നുവെങ്കിലോ, മുവഹിദായ മനുഷ്യനെ മുശ്രിക് എന്ന് പറയുന്നുവെങ്കിലോ, ഇടവണ്ണയാണ് കല്ലിടുമ്പാട് തൗഹീദുള്ള ആളുകളാണെന്ന് ബോധ്യമുള്ള മണ്ണില നിങ്ങളോട് പറയുന്നത്. പ്രിയമുള്ളവര്, ഈ വ്യാഴ
കാലവട്ടക്കാലം മുഴുവനും തൊണ്ടയുടെ ശ്വാസം നിലക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രബോധനത്തിന്റെ നാഴികക്കല്ലുകൾ പിന്നിടുന്ന ഈ പ്രവർത്തകരെ സംബന്ധിച്ച്, പ്രബോധകരെ സംബന്ധിച്ച്, ദായിമാരെ സംബന്ധിച്ച്, വിശ്വത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ ജിന്നിനെ ആരാധിക്കുന്നവരാണ്, ജിന്നിനോട് തേടുന്നവരാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് കള്ളം പറഞ്ഞു നടന്നവരെ ആണയിട്ട് നിങ്ങളുടെ മുന്നിലൂടെ പ്രഖ്യാപിക്കാം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പേരിലാണ് ആരോപിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നിനോട് ഇസ്തിയാസ നടത്താൻ പാടില്ല, ജിന്നിനോട് സഹായതേട്ടം നടത്താൻ പാടില്ല, പാടില്ല 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 എന്ന് പറഞ്ഞ നിങ്ങളോട് നിങ്ങൾ തേടുന്നവരാണെന്ന് ആര് പറഞ്ഞാലോ, എത്ര വലിയ ജംഇയ്യത്തുൽ ഉലമയുടെ തലതൊട്ടപ്പന്മാര് പറഞ്ഞാലോ, എത്ര വലിയ മുല്ലമാര് പറഞ്ഞാലോ, എത്ര കൊല്ലം ഞങ്ങളുടെ നേതാക്കന്മാരാണെന്ന് വിരാജിക്കുന്നവര് പറഞ്ഞാലോ, മുഴുവനും ആളുകളും കടന്നുവരും അല്ലാഹുവിന്റെ കോടതിയിലോ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സന്ദർഭങ്ങളിലോ പറയിപ്പിക്കും നിങ്ങളെ കൊണ്ട് റബ്ബേ. ഞങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ പറഞ്ഞവരാണിവര്, ഞങ്ങളുടെ പേരിൽ തിന്മകൾ പറഞ്ഞവരാണിവര്. അറിയുമോ, നിങ്ങൾക്കൊരു മുജാഹിദുകളായ സലഫികളായ ആളുകൾ പോലും ഇല്ലാത്ത തെക്കൻ കേരളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലോ പ്രിയമുള്ളവരെ അവരുടെ കല്ലേറ് കൊണ്ട് ബഹളങ്ങൾക്കിടയിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ തയ്യാറായി നമ്മളുടെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോ ഒരു പണിയുമില്ലാതെ പിന്നാലെ മൈക്കുമായി വരുന്ന ചില KNM-ന്റെ പ്രഭാഷകരായ ആളുകൾ വന്നിട്ട് പറയാണ്, ഇവർ ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, ഷിർക്കിനെതിരെ പടപുരുതിയതിന്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് കല്ലേറുകൊള്ളാൻ മടിയില്ലാത്ത ഞങ്ങൾക്ക് നേരെ തൗഹീദ് മനസ്സിലാക്കി മുജാഹിദിലേക്ക് വരുന്ന ആളുകളോട് ആട്ടിവിടുന്ന പ്രവണതകൾ സ്വീകരിക്കുന്ന മൊല്ലമാരെ, മദനിമാരെ, ആലോചിക്കണേ. അല്ലാഹുവിന്റെ കോടതിയെ നിങ്ങൾ ഭയപ്പെടണമെന്നാണ് ഈ കള്ളം പറഞ്ഞു നടക്കുന്ന ആളുകള്. കണ്ണും മൂക്കും വായും പിരടിവര് വലിച്ചു കീറപ്പെടുന്ന ശിക്ഷകളാ അല്ലാഹു നാളെ നരകത്തിലൂടെ നൽകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കളവ്, ഒരർത്ഥത്തിലുള്ള കളവ്, ഒരു അർത്ഥത്തിലുള്ള കളവും നിങ്ങളോട് ആരുടെ പേരും നമുക്ക് പറയാൻ പാടില്ലാത്തതാണ്. തമാശക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയാം, വൈലുല്ല സുമ്മ വൈലുല്ല, അവന് നാശമാണ്, അവന് നാശമാണ്. അള്ളാന്റെ ഹബീബ് ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. ഇനി പ്രിയമുള്ളവരെ, മുകൾ ഭാഗം കുടുസായ നരകത്തിലെ കളകളാന്ന് ശബ്ദമുണ്ടാവുന്ന നരകത്തിലെ തളച്ചു മറിയുന്ന ആളുകൾ പറഞ്ഞില്ലേ, അവരാരെന്നറിയോ? അസ്സവാനി വസ്സുനാത്ത്, വേശ്യകളായ സ്ത്രീകളാണ്, പുരുഷന്മാരാണ്, വ്യഭിചാരത്തിലേക്ക് കടന്നു വന്ന ആളുകളാണെങ്കിലോ പ്രിയമുള്ളവരെ വ്യഭിചരിക്കരുത് എന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ല. ഒന്നുകൂടെ കടന്നു വന്ന വാക്കെന്താണെന്നറിയോ? വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും അരുതേ. മദ്യപിക്കുമ്പോ, ലഹരി ഉപയോഗിക്കുമ്പോ മുസ്ലിമായി ലഹരി ഉപയോഗിക്കാൻ അവന് കഴിയില്ല. നോക്കണേ, ഒരാള് മോഷിക്കയില്ല. അവൻ മുസ്ലിമായ അവസ്ഥയിൽ മോഷ്ടിക്കാൻ കഴിയില്ല. ഒരു വ്യഭിചാരി വ്യഭിചരിക്കയില്ല, മുസ്ലിമായ അവസ്ഥയിലൂടെ വ്യഭിചരിക്കില്ല. അപ്പൊ വ്യഭിചരിക്കുന്നവൻ മുസ്ലിമാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്ര അപകടമാണ്. നോക്കണേ, നിങ്ങൾ അവിവാഹിതനുള്ളത് ശിക്ഷയാണെങ്കിലോ വിവാഹിതനാണെങ്കിലും മരിക്കുന്നത് വരെ എറിഞ്ഞു കൊല്ലാനാ അള്ളാന്റെ മതത്തിന്റെ നിയമമെങ്കിൽ എത്ര വലിയ പാതകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലോ അവിടുന്ന് പ്രവാചകന്റെ മായിസ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. റസൂല് വ്യഭിചരിച്ചു പോയി നബിയേ, ഇസ്ലാമിക ലോകത്ത് ആദ്യമായി എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ നടപ്പാക്കപ്പെടുകയാണ്. മായിസ വന്ന് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് റസൂല്. അള്ളാന്റെ ഹബീബ് പറയുന്നു, മായിസേ നീ കാര്യമായിട്ട് പറയാണോ? അതേ റസൂലേ, ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയെ. അവിടെ നിന്ന് കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് അള്ളാന്റെ മുത്തനബി ചോദിക്കുന്നുണ്ടോ, എന്റെ മായിസ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കി. സ്വബോധത്തിലാണോ മായിസ സംസാരിക്കുന്നത്?
അതേ നബിയെ മായിസ് സ്വബോധത്തിലാണ്, മായിസിന് ലഹരി ബാധിച്ചിട്ടില്ല. അള്ളാന്റെ മുത്ത് റസൂല് മായിസിന് മേൽ എറിഞ്ഞു കൊല്ലാനുള്ള ശിക്ഷ നടപ്പാക്കുകയാ. കാരണം അദ്ദേഹം പറയുന്ന അള്ളാന്റെ കോടതിയിൽ അത് സഹിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എന്റെ മേലെ ശിക്ഷ നടപ്പാക്കണമെന്ന മുത്ത് നബിയല്ലേ ജനാസക്ക് വേണ്ടി ഇമാമ് നിന്ന് നമസ്കരിച്ചത്. അതുകൊണ്ട് പറയാം മായിസ് റളിയല്ലാഹു അൻഹുവാണ്. മുത്തനബി ചോദിച്ചില്ല, മായിസേ നീയുമായി വ്യഭിചരിച്ചവൾ ആരാണെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു സഹോദരി വന്നു, നബിയെ മായിസുമായി വ്യഭിചരിച്ചവൾ ഞാനാണ്, എന്റെ മേലെ ശിക്ഷ നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞു, ഗർഭത്തിലുള്ളതിനെ പ്രസവിക്കണമെന്നാണ്. ഒരു 10 മാസം കൂടെ നീട്ടി കിട്ടിയല്ലോ എന്നല്ല, അതിനിടയിലെങ്ങാനും എനിക്ക് മരണം വന്നാൽ എന്റെ അവസ്ഥയെന്താ? പ്രിയമുള്ളവരെ, പ്രസവം കഴിഞ്ഞു വന്നു, റസൂലേ ശിക്ഷയൊന്ന് നടപ്പാക്കിത്താ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കുഞ്ഞിന് നീ പാലൂട്ടി കഴിയണമെന്ന്. 2 വർഷത്തിനിടയിൽ എനിക്ക് മരണം വന്നാലോ? പ്രിയമുള്ളവരെ, 2 വർഷം കഴിഞ്ഞ് കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തു വരികയാണ്. എന്റെ മോന് സ്വന്തമായി ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്. അവളുടെ വലിയന്റെ പക്കല്ല കുഞ്ഞിനെ ഏൽപ്പിച്ചു. അവളുടെ മേലെ ശിക്ഷ നടപ്പാക്കുമ്പോ റസൂലുള്ള ഇമാമ് നിന്ന് നമസ്കരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ ഒരു വ്യഭിചാരിണിയായ പെണ്ണിന് വേണ്ടി അങ്ങ് ഇമാമ് നിൽക്കുന്നുവോ? നബിയേ അങ്ങ് ഇമാമ് നിൽക്കുന്നുണ്ടോ? റസൂലേ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഉമറേ മദീനക്കാരായ 70,000-ഓളം ആളുകളോട് തൗബയെ നിങ്ങൾ കമ്പയർ ചെയ്താൽ ഇവരുടെ തൗബ മികച്ചു നിൽക്കുമെന്നാണ്. അത്രമേൽ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിലോ അത്ര വലിയ പാതകമാണ്. പ്രിയമുള്ളവര്, മുകൾ ഭാഗം കുടുസായ നരകത്തിലൂടെ കളകളാന്ന് ശബ്ദമുണ്ടാകുന്ന രൂപത്തിൽ തിളച്ചുമറിയുന്നവരാ. രക്തത്തിന്റെ ഗന്ധമുള്ള തടാകത്തിലൂടെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ തിളച്ചുമറിയുന്ന നരകത്തിലോ കല്ലേറിനാൽ ആഴ്ചപ്പെടുന്നവരാരാണെന്നറിയുമോ? പലിശയുമായി ബന്ധപ്പെട്ടവരാ. പലിശ വാങ്ങുന്നവരെ, കൊടുക്കുന്നവരെ, സാക്ഷി നിൽക്കുന്നവര്, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളുണ്ടോ? അതുകൊണ്ട് തീരുമാനിക്ക, എന്റെ ജീവിതങ്ങളിലൂടെ പാപങ്ങളില്ല. പ്രിയമുള്ളവര്, ഈ സംസാരം നിങ്ങളുടെ മുന്നിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതുവരെ സംഭവിച്ചു പോയ പാപങ്ങൾ അല്ലാഹുവിനോടൊന്ന് പറയാ. കാരണം മനസ്സിലാക്കണേ, അതിൽ അല്ലാഹു നൽകുന്ന ശിക്ഷ ഭയങ്കരമാണ്. നരകത്തിലൂടെ കഴിയേണ്ടി വന്നാൽ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാർ ഫഖദ് അഖ്സൈത, നീ ഒരാളെ നരകത്തിൽ ഇടാൻ തീരുമാനിച്ചാൽ നിന്ദിച്ചു കളഞ്ഞു അല്ലാഹ്. ഒരു സഹായി പോലും ഇല്ല റബ്ബേ നരകത്തിൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നരകമെന്നുള്ളത് നിസ്സാരമല്ല. മുത്ത് റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, ഇത് സമിഅനാ വജബാ, വല്ലാത്തൊരു ശബ്ദം കേട്ട് ഞങ്ങൾ കോരിത്തെരിച്ചു പോയുന്ന ഹബീബ് പറയുന്നു, സഹാബ ആ ശബ്ദം എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? നരകത്തിന്റെ മുകളിൽ നിന്നെറിഞ്ഞു പോയ കല്ല് അതിന്റെ അടിത്തട്ടിലൂടെ എത്തിപ്പോയ ശബ്ദമാ. 70,000 വർഷങ്ങളുടെ സഞ്ചാര ദൂരമാണ് ഒരു കല്ല് അടിയിലേക്ക് എത്താനുള്ള ദൂരമെങ്കിൽ എത്ര ആഴമാണ് നരകത്തിലെന്നറിയുമോ? അതിന്റെ വിശാലത സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്ന് നരകത്തിലിട്ടാൽ സൗറാനി മുഖവ്വിറാൻ, ചുറ്റിപ്പൊതിഞ്ഞ 2 കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ എന്ന അത്ര വിശാലമാണ് നരകമെന്നുണ്ടെങ്കിലോ പ്രിയമുള്ളവരെ, അതിലേക്ക് എറിയുന്ന ആളുകള് വിരൂപമായിട്ടാണ് റബ്ബ് എറിയുന്നത് എങ്കിൽ അവരുടെ പല്ലിന്റെ മോണയില്ലയോ? ഉഹുദ് പോലെയാ, ഉഹുദ് പോലെയാണ് പല്ലിന്റെ മോണ എന്നുള്ളതാണ്. അവരുടെ തൊലിയുടെ കട്ടി എന്നുള്ളത് 42 മുഴമാ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേദന അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് മുഖാന്തരമാണെങ്കിൽ അല്ലാഹു പറയാണ്, കുല്ലമാ നദിജത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദൻ ഗൈറാ. അവന്റെ തൊലികൾ ഇങ്ങനെ നരകത്തിലൂടെ പഴുത്ത ഭാഗമാകുമ്പോ അല്ലാഹു
അള്ളാഹു തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുമെന്നാണ്. പഴുക്കുന്ന തൊലികൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന സ്കിന്നല്ല, 42 മുഴമാ അള്ളാഹു നരകത്തിലൂടെ തൊലിയുടെ കനം കൊടുക്കുന്നതെങ്കിൽ ഇരിക്കാൻ കൊടുക്കുന്ന സ്ഥലം ബൈന മക്ക വൽ മദീന, മക്കയുടെ മദീനയുടെ ഇടയിലുള്ള ദൂരമാണ്. 2 ഷോൾഡറുകളുടെ ദൂരം എന്ന് പറയുന്നത് മസീറത്ത് സലാസത അയ്യാം, 3 ദിവസത്തെ സഞ്ചാര ദൂരമാണ്. വിരൂപികളായിട്ടാണ് അള്ളാഹു നരകത്തിലേക്ക് എറിയുന്നതെങ്കിൽ ഇത്തരം പാപികളെ മുഴുവനും അള്ളാഹു നരകത്തിലേക്ക് എറിയുമ്പോ, അവസാനത്തെ മനുഷ്യനെയും നരകത്തിലേക്ക് എറിയുമ്പോ നരകം അല്ലാഹുവോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ അല്ലാഹ്, ഇനിയുമുണ്ടോ റബ്ബേ? നരകം നിറക്കണില്ല, നരകം നിറക്കണില്ല. പ്രിയമുള്ളവർ, ഒരു തീക്കനൽ കൊണ്ടുവന്ന് അങ്ങ് കാലിന്റെ താഴെ വെക്കുന്ന സന്ദർഭങ്ങള് അവന്റെ തലച്ചോറ് തിളച്ചു മറിയുന്നതാ. നരകത്തിന്റെ ഏറ്റവും നിസ്സാരമായ ശിക്ഷയെങ്കിലോ, ഏറ്റവും നിസ്സാരമായ ശിക്ഷയെങ്കിലോ സഹിക്കാൻ കഴിയില്ല റബ്ബേ, സഹിക്കാൻ കഴിയില്ല റബ്ബേ. പ്രിയമുള്ളവര്, നരകത്തിലെ ആളുകളെ മുഴുവനും കത്തിച്ചു ചാമ്പലാക്കുമ്പോ കടന്നു വരുന്ന തീരത്തുൽ ഖബാൽ എന്ന് പറയുന്ന പാനീയമാ ലഹരി ഭക്താക്കൾക്ക് വേണ്ടി കുടിപ്പിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും കഠിന. ഒരു കോരി നരകത്തിലെ ജലമെടുത്ത് ദുനിയാവിലേക്ക് ഒഴിച്ച ഈ ദുനിയാവ് മുഴുവൻ ദുർഗന്ധം വമിക്കുന്ന ആളിക്കത്തുന്ന തീന്റെ മുമ്പിൽ പോയി നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഇല്ല, ആ നരകത്തിൽ പൂർണ്ണമായി കത്തിക്കപ്പെടുന്നവർ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചിന്തിക്കാൻ ഈ സമയം നമ്മുടേതാണ്. അള്ളാഹിനോട് പറയാം, പശ്ചാത്തപിക്കാം, തെറ്റില്ലാത്തൊരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരു മടിയും വേണ്ട കേട്ടോ, ഒരു മടിയും വേണ്ട കേട്ടോ. യൻസിൽ റബ്ബുന തബാറക വ തആല ഇല സമാഇ ദുനിയ, അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ആരുണ്ട്? എപ്പോ? രാത്രിയുടെ അവസാന മൂന്നിലൊന്ന്, സുബഹിന്റെ മുമ്പുള്ള സമയം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാൻ ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ? ഞാൻ പൊറുത്തു തരാം. അള്ളാഹ്ക്ക് സന്തോഷം. ഇന്നല്ലാഹ യഫ്റഹു തൗബത അബ്ദി, അള്ളാഹ്ക്ക് സന്തോഷം. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് പൊറുത്തു തരണേ എന്ന് പറയുമ്പോൾ അള്ളാഹ് പൊറുത്തു തരുന്നത് കമല്ലാകമ്പല, തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രൂപത്തില്. എന്നിട്ട് ആ തെറ്റ് പുറത്തു തന്നോന്ന് മാത്രല്ല, പുറത്തു തരണേ എന്ന് ചോദിച്ചതിനെ അള്ളാഹു അമലു സ്വാലിഹാത്തിൽ പെടുത്തി കൂലി തരുന്നവരും അല്ലാഹ് ഇതിനേക്കാൾ വലിയ കാരുണ്യവാനാരാണ്. അതുകൊണ്ട് മനസ്സിരുത്തി അള്ളാഹിനോട് പറയാം. അതൊന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ 2 ഉദാഹരണം മാത്രം പറഞ്ഞ് ഈ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സിറത്ത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. അതിൽ വിശദീകരിക്കുന്ന ഒരു ചരിത്രം കാണാം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു. എന്നിട്ട് മുത്തുനബിയോട് ചോദിക്കുക, റസൂലേ, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങള് അല്ലാഹു പുറത്തു കൊടുക്കുമോ നബിയേ? മുത്തറസൂൽ പറഞ്ഞു, തീർച്ചയായും ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? അള്ളാന്റെ ഹബീബിന്റെ ചോദ്യം, നീ വക്ഷിയാണോ? അതേ റസൂൽ, അറിയില്ലായിരുന്നു. അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണ് ഹംസ എന്നറിയില്ലായിരുന്നു നബിയേ. അടിമത്തപ്പാളയത്തിന്റെ മോചനങ്ങളെ ഹിന്ദു ഓഫർ ചെയ്തപ്പോ ചാട്ടുളി കയ്യിൽ കരുതി നേരിടാനുള്ള ധൈര്യമില്ലാതെ പാറക്ക് പിന്നിലോട് ഒളിച്ചിരുന്നു നബിയേ. ശത്രുവിനോട് പടവെട്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു എന്റെ മുന്നിലെത്തിയപ്പോ എന്റെ കയ്യിൽ കരുതിയ ചാട്ടുളി ഞാൻ വലിച്ചെറിയുമ്പോ അടിവരയിലേക്ക് വന്ന് വീഴുന്ന രംഗം പറഞ്ഞപ്പോ മുഖം തിരിച്ചിട്ട് മുത്തുനബി ചോദിക്കുന്നുണ്ട്, ഹൽ തസ്തീഅൻ തഗീബ അന്നി, പറ്റുമെങ്കിൽ എന്റെ മുമ്പിൽ ഒന്ന് വരാതിരിക്കുമോ? പക്ഷേ നിന്നോട് എനിക്ക് വെറുപ്പില്ല. നിന്റെ മുഖം കാണുമ്പോ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരികയാ. പ്രിയമുള്ളവരെ, അന്ന് നാട് വിട്ടതാണ് പക്ഷിയെങ്കിലോ പിന്നീട് മദീനയിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടങ്ങളിലോ യമാമ യുദ്ധത്തിലെ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും വക്ഷിയാ. ഇതെന്തിനാണ് നിങ്ങളുടെ മുന്നിലൂടെ പറഞ്ഞത് എന്നറിയുമോ? ഇന്ന് കല്ലിടം വിണ്ട മണ്ണിലെ വക്ഷിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ പറയണേ, റളിയല്ലാഹു അൻഹു വക്ഷി
സ്വഹാബിയാ. ആ വഹ്ശിക്ക് പുറത്തു കൊടുത്ത അല്ലാഹുവോടാ നമുക്കും പറയാനുള്ളത്. പ്രിയമുള്ളവര്, നമുക്കും പറയാനുള്ളത്, എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണഭൂമിയില് ആദ്യകാലഘട്ടങ്ങളിലെ വിജയമുണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് പരാജയം കടന്നു വരുമ്പോ ആ മലയുടെ പിന്നിലൂടെ കടന്നു വന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് തന്ത്രം മെനഞ്ഞതാരാണെന്നറിയുമോ? ഖാലിദ് ഇബ്നു വലീദ്. അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രമാണ്. ഒരുപാട് സഹാബത്ത് ഷഹീദായില്ലയോ? ഒരുപാട് സഹാബത്ത് ഷഹീദാവുകയാണ്. പ്രിയമുള്ളവര്, വികൃതമാക്കപ്പെട്ട് കിടക്കുന്നത് ഹംസ, തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ആരാണെന്നറിയുമോ? രണ്ട് കൈയും മറ്റുപോയി നെഞ്ചിന്റെ മേലെ തുളയിട്ട് കിടക്കുന്നത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മക്കയിലെ യൂസുഫാണ് പാറിപ്പറിഞ്ഞ മുടിയുമായി ജനാദ മടിത്തട്ടിൽ വെച്ച് മുത്ത റസൂല് പറയാ, പണ്ട് ഞാൻ ഈ മക്കയിലെ യൂസുഫിനെ കാണുമ്പോ ഇതുപോലൊരു സുമുഖനുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങ് പാറിപ്പറിഞ്ഞ മുടിയുമായി പുല്ല് വെട്ടിക്കൊണ്ടുവാ സഹാബ. മുസ്അബിന്റെ കഫം പുടവത്ത കൈയിണില്ല. പുല്ലുകൊണ്ട് ഞാനൊന്ന് കഫൻ ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ കാൽഭാഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, രക്തം കുളിച്ച് നിൽക്കുന്നു മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട സ്വഹാബത്ത് ഒരുപാടാണ്. ഖബർ കുഴിക്കാൻ, ഓരോരുത്തർക്ക് ഖബർ കുഴിക്കാൻ കഴിയണില്ല. വിശാലമായ ഖബർ കുഴിച്ച് കൂടുതൽ ഖുർആനുള്ളവരെ ഖിബലയുടെ ഭാഗത്തേക്ക് ആദ്യം കിടത്തണേ സഹാബ എന്നവർ റസൂലുള്ള പറഞ്ഞ ദിവസമാണെങ്കിൽ ഈ നാശം മുഴുവൻ വിതച്ച തന്ത്രജ്ഞനാരാണെന്നറിയോ? ഖാലിദ് ഇബ്നു വലീദ്. പിന്നീട് മുസ്ലിംകളുടെ പടനായകനാ. പടനയിച്ച ഒരു യുദ്ധത്തിൽ പോലും പരാജയം കണ്ടിട്ടില്ലാത്ത പടനായകൻ ഖാലിദ് ഇബ്നു വലീദിന്റെ പേര് കേൾക്കുമ്പോ പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദ് സഹാബിയാ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സഹാബിയാ. അല്ലാഹു പുറത്തു കൊടുത്ത മഹാനാ. ആ പുറത്തു കൊടുത്ത റബ്ബിനോടാ നമുക്കും പറയാനുള്ളത്. ആ അല്ലാഹുവിനോടാ നമുക്കും തേടാനുള്ളത്. അതുകൊണ്ട് ഒരു മടിയും വേണ്ട, ആവർത്തിച്ചു പറയാം, അള്ളാഹു പുറത്തു തരാൻ സന്നദ്ധന. നമ്മളുടെ തുടർന്നുള്ള ജീവിതമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. തൗബ ചെയ്യാ, നന്നായി ജീവിക്കാം. പാപങ്ങളെ കൊണ്ട് നരകത്തിലേക്ക് പോയാൽ പ്രയാസമാണ്. ഇനിയും സമയമുണ്ടോ എന്നല്ല, എപ്പോ വിട പറയുമെന്ന് പറയാൻ, എപ്പോ അവസാനിക്കുമെന്ന് പറയാൻ, എപ്പോ ലോകത്തോട് യാത്ര പറയുമെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഇത്തിരി പോകുന്ന ഈ ജീവിതം കാര്യമായൊരു ശ്രദ്ധയുണ്ടാവാൻ, പാപരഹിതമായൊരു ജീവിതം ഉണ്ടാകാൻ അള്ളാന്റെ പരലോകമുണ്ട്. അവിടെ എനിക്ക് രക്ഷപ്പെടണം. വേണ്ടത് സൽക്രമമാണ്. എത്ര എനിക്ക് ചെയ്യാൻ കഴിയും? ഒരു ദിവസം ആകെ നമ്മൾ ചെയ്യുന്നത് 5 വക്ത് 25 മിനിറ്റാണ്. ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. 5 വക്ത് 5 മിനിറ്റ് വീതം നമ്മൾ നിസ്കരിച്ചാൽ ആകെ 25 മിനിറ്റാണ്. അതുകൊണ്ട് പറ്റുമോ? ദിക്റുകൾ ഉണ്ടാവണം, സ്വലാത്തുകൾ ഉണ്ടാവണം, ഖുർആൻ ഉണ്ടാവണം, സ്വതക്കകൾ ഉണ്ടാവണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്വഹാബത്തൊക്കെ ഇല്ലേ, അവരൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്തവരാണ്. ഈ പറഞ്ഞ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പടനായകനെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ വീട് നിറയെ പടയായുധങ്ങളായിരുന്നു. ആ ആയുധങ്ങൾ മുഴുവൻ അള്ളാന്റെ മാർഗത്തിലെ വഖഫ് ചെയ്ത സഹാബിയാണ് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. കാരണം ഇവരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ വന്നു ജനങ്ങൾക്കിടയിൽ. ഇവര് സക്കാത്തൊന്നും കൊടുക്കണില്ല, അനസ് ബിൻ മാലിക്, ഇവരൊക്കെ പറയാൻ ഏറ്റവും ആദ്യം കൊണ്ടേ കൊടുത്തവർ അവരാന്ന് റസൂലുള്ള മൊഴി പറയാൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ജീവിതത്തിൽ പരലോകത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളെ നോക്കി ഇനി സമയമുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ നാളെയുടെ സുബഹി ഒരു മാറ്റത്തിന്റെ തീരുമാനമുണ്ടാവണം. നമ്മുടെ സുബഹിയുടെ ഒരു 25 മിനിറ്റ് നേരത്തെ എണീക്കാൻ പറ്റുമോ? ഒരു നോക്കി പ്രാർത്ഥനയോടുകൂടെ എഴുന്നേറ്റ് ഉളു എടുത്ത് ഒരു 3 റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി വിത്തര നമസ്കരിച്ച് എന്നിട്ടൊരു അല്പനേരം അല്ലാഹുവിനോട് പറഞ്ഞ് സുബഹി ബാങ്കിന് ജവാബ് കൊടുത്ത് സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ഉളു എടുത്ത് പള്ളിയിലേക്ക് നടന്നുപോയി സുബഹി ജമാഅത്ത് നിർവഹിച്ച് ഒരു ഉദയം വരെ അല്ലാഹുവിന്റെ പള്ളിയിൽ ഒന്ന് കഴിച്ചുകൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ദിക്റുകളൊക്കെ ആയിട്ട് പ്രാർത്ഥനയൊക്കെ കഴിച്ചുകൂട്ടി 2 റക്അത്ത് സുന്നത്ത് കൂടെ നിസ്കരിച്ചാൽ ഒരു സുബഹി നിങ്ങൾക്ക് തരുന്ന പുണ്യം എത്രയാണെന്നറിയോ? ഓക്കെ, പ്രാർത്ഥനയോടുകൂടെ എഴുന്നേൽക്കുമ്പോ ഉളു എടുക്കുമ്പോ സുന്നത്ത് നമസ്കരിക്കുമ്പോ ശൈത്താനിന്റെ ഷർറിൽ നിന്ന് അല്ലാഹുവിനെ പരിപൂർണമായി സ്വതന്ത്രനാക്കുകയാണ്. 3 ബന്ധനങ്ങളും അല്ലാഹു തആല അഴിച്ചു മാറ്റുമെന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. വുദു എടീറ്റ് അൽഹംദുലില്ലാഹി അല്ലദി ദിക്റോട് കൂടെ എഴുന്നേൽക്കുമ്പോൾ പ്രതിഫലമാണ്. വുദു എടുക്കുമ്പോൾ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരാൻ, വുദുവിന് ശേഷമുള്ള പ്രാർത്ഥന സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറന്നു തരാൻ കാരണമാകുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, 3 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അത് കഴിഞ്ഞ് സുബഹി ബാങ്കിന് ജവാബ് കൊടുത്തു. ആ ജവാബിലെ 2 ഷഹാദത്തൈനി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുമ്പോൾ അതുപോലെ ഏറ്റുപറഞ്ഞ് റളീതു ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദിൻ നബിയ്യ എന്ന് കൂടെ പറഞ്ഞ് അതിന്റെ അവസാനം ഒരു സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് പൂർണ്ണമായി ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന പ്രാർത്ഥന കൂടെ നിർവഹിക്കുമ്പോൾ വജബത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നിർബന്ധമാണ്. സ്വർഗ്ഗത്തിൽ മുത്തുനബി കൈപിടിക്കുന്നതാണ് റളീതു ബില്ലാഹി റബ്ബ എന്ന പ്രാർത്ഥന ഹൃദയം തട്ടി പറയുന്ന ആളുകളോട്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കേ, ആ പള്ളിയിലേക്ക് അവൻ വുദൂഓടെ നടന്നു വരുമ്പോ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിർവഹിക്കുമ്പോ ഖൈറു ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും നിങ്ങൾക്ക് പുണ്യമാണ്. പള്ളിയിലേക്ക് വരുന്ന ഓരോ കാലടിക്ക് അള്ളാന്റെ അടുക്കൽ ഹസനാത്തുകൾ ഉയരുകയാണ്, തിന്മകൾ മായ്ക്കപ്പെടുകയാണ് ഓരോ കാലടിക്ക്. മാത്രമല്ല മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു. ഏതുവരെ എന്നറിയോ? ആ ഇശ്റാഖും കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്ന സമയം വരെ, അതല്ലെങ്കിൽ അവന്റെ വുദു മുറിയുന്നത് വരെ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹു ഈ മനുഷ്യന് പുറത്തു കൊടുക്കല്ല, അല്ലാഹുമ്മ തുബ് അലൈഹി, ഈ മനുഷ്യന്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കല്ല, അല്ലാഹുമ്മ റഹം, ഈ മനുഷ്യനെ നീ കരുണ ചെയ്യല്ല എന്ന് മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പള്ളിയിലെത്തി സുബഹി ജമാഅത്ത് ഫകഅന്നമാ സ്വല്ല ലൈല കുല്ല, ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച കൂലിയ ഒരു സുബഹി ജമാഅത്തിന് അല്ലാഹു നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ദർജകൾ ഉയർന്നു, തിന്മകൾ മായ്ക്കപ്പെട്ടു. ചോദിക്കുന്ന കാര്യം നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന ഇജാബത്ത് തന്നിട്ടല്ലാതെ ഇല്ല. ഉദയം വരെ കാത്തിരുന്ന് ഇശ്റാഖ് നിസ്കരിക്കുമ്പോ ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം പൂർണ്ണമായി അല്ലാഹു തആല നൽകുമെന്നാണ്. അപ്പോ അവസരങ്ങൾ ഒരുപാടുണ്ട്. ഇത്രയൊക്കെ അവസരം ഉണ്ടായിട്ട് പോലും അള്ളാന്റെ കോടതിയിലെത്തി നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ തിന്മകളാണ് കൂടുതലെങ്കിൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് തന്നെയല്ലേ എറിയപ്പെടേണ്ടത്. അതുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ, ചെയ്ത തെറ്റുകൾ അല്ലാഹുവോട് ഏറ്റു പറയാൻ, നന്മകളെ അധികരിപ്പിച്ച് തിന്മകൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മെവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഏറെ മലീമസമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ വർത്തമാന കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ദിശാബോധം നൽകാൻ നമ്മൾ അറിയാതെ ലഹരിയിലേക്കും തിന്മകളിലേക്കും അവർ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലെ ഒരു സിഗരറ്റിൽ ഒരു ഡ്രോപ്പ് ഹഷീഷിന് 500 രൂപ വെച്ച് വിൽക്കുന്നത് പിടിക്കപ്പെട്ടതാണ്. പിടിക്കപ്പെടാത്തത് കൂടുതലാണ്. ഒരു പഫ് എടുക്കാന്ന് പറയും നമ്മുടെയൊക്കെ കലാലയ ജീവിതത്തിലെ ഒരു പഫ് എടുത്താൽ മതി ഒരാൾ ലഹരി. ഇന്നത്തെ കാലത്ത് ലഹരിക്ക് ഒരാൾ അടിമയായി പോകാൻ ചോക്ലേറ്റുകളിൽ വരെ ഫ്രീ ആയി വിതരണം ചെയ്യുന്ന ചോക്ലേറ്റുകളിൽ ലഹരി കടത്തപ്പെടുകയാണ്. പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടിക്കപ്പെടുന്നതെങ്കിൽ നമ്മളുടെ ഈ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് 39 പെൺകുട്ടികളാണ് ലഹരി കേസിൽ. എവിടെ 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 പ്രസിദ്ധമായ ഒരു അറബി കോളേജിന്റെ താഴെ നിങ്ങൾ നോക്കണം, ഖുർആൻ പഠിക്കാൻ പോണ വീട്ടിലെ രക്ഷിതാക്കളുടെ മകള് വരെ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതും 9ാം ക്ലാസ് പഠിക്കണ കുട്ടി 8 മാസം ഗർഭിണിയായിട്ടാണ് കുടുംബം തിരിച്ചറിഞ്ഞത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഒരാളല്ല, 8 പേരാണ് ആ പെൺകുട്ടി ഉപയോഗപ്പെടുത്തിയത്. മുഴുവൻ രാഷ്ട്രീയ മതസംഘടനകളും സംയുക്തമായി നടത്തിയ ലഹരിക്കെതിരെ ആ നാട്ടിൽ നടത്തിയ പരിപാടി അവസാന സംസാരം നിർവഹിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയാൻ നമ്മൾ ആലോചിക്കേണ്ട, കള്ളുഷാപ്പിന്റെ മുന്നിലൂടെ നടന്നു പോകാൻ പെണ്ണിന് ഭയം തോന്നിയിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് മാറി ഉപഭോക്താക്കളും അതിന്റെ വിതരണക്കാരുമായൊക്കെ മാറുന്ന കാലഘട്ടങ്ങളിൽ സ്വതന്ത്ര ചിന്തകളുടെ ലൈറ്റുകൾ പുറത്തു കത്തുമ്പോ പ്രിയമുള്ളവരെ, ഏറ്റവും മനോഹരമായ വെളിച്ചം വീടിന്റെ അകത്ത് വെക്കാൻ, മാതാപിതാക്കളോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, സംസാര വിടവുകളില്ലാത്ത മക്കളെ വാർത്തെടുക്കാൻ, ഖുർആൻ അറിയുന്ന മക്കളെ വാർത്തെടുക്കാൻ, ഇസ്ലാമിന്റെ മാർഗത്തിൽ അവർ ഒരുമിച്ച് ചേർക്കാൻ വരുന്ന 11ാം തീയതി പെരിന്തൽമണ്ണയുടെ മണ്ണിൽ അതിന്റെ ഒരു സംഗമം ഈ സാഹചര്യത്തെ മുന്നിൽ കണ്ട് നമ്മൾ വിളംബരം ചെയ്തതാണെങ്കിൽ നമ്മുടെ മക്കളും ഞാൻ അറിയുന്ന മക്കളും അവിടെ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മളൊക്കെ ശ്രദ്ധിക്കും.
സിദ്ദീഖ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين للمجاهدين في فلسطين وفي رفاه وفي عزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. സഹോദരന്മാരെ, സഹോദരികൾ, പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുട്ടികൾക്ക് ഇടയിലുള്ള തിന്മകളിൽ നിന്ന് അവരെ തിരിച്ചു വിളിക്കാൻ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുകയാണ്. അതിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം എടവണ്ണ സീതി ഹാജി പാലത്തിന്റെ അടുത്തുള്ള ഫുട്പാത്തിൽ നമ്മുടെ എടവണ്ണ മണ്ഡലത്തിലെ കുട്ടികളുടെ ഒരു സംഗമം ധർമ്മസമര സംഗമം നടക്കുകയാണ്. 8ാം ക്ലാസിന്റെ മുകളിലുള്ള ആൺകുട്ടികളെ അവിടെ എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്രിബ് അസ്ർ മുതൽ മഗ്രിബ് വരെ കുട്ടികളുടെ സമ്മേളനവും അത് കഴിഞ്ഞാൽ മഗ്രിബ് തൊട്ട് 8 മണി വരെ ഷെരീഫ് കാരയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കും. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പം അസറിന് ശേഷം മഗ്രിബ് വരെ കുട്ടികളതും മഗ്രിബ് കഴിഞ്ഞ ഉടനെ തന്നെ ആരംഭിച്ച് 8 മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ പ്രമുഖ പ്രഭാഷകന ഷെരീഫ് കാര പ്രഭാഷണം ഉണ്ടാകും. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി ഫിദുലിനെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്നിവിടെ നടന്ന തസ്വിയ സംഗമത്തിൽ നമ്മോട് സ്വാഗതം പറഞ്ഞ സജീർ സ്വലാഹിക്കും അതുപോലെ ആമുഖ പ്രഭാഷണം നടത്തിയ ഫൈസൽ ഹിക്മയ്ക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മോട് മുഖ്യ പ്രഭാഷണം നടത്തിയ പരലോക ജീവിതം പരലോക നന്മയ്ക്ക് പാപമുക്ത ജീവിതം എന്ന വിഷയത്തിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്ന ഷാഫി സ്വബാഹിക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു പരിപാടിക്ക് ഈ ഒരു ബിൽഡിംഗ് നമുക്ക് വിട്ടു തന്ന ഇതിൻ്റെ ഉടമസ്ഥർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.